ചൂടുകാലത്തൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിക്കാം. വെള്ളം തിളയ്ക്കാറായി കഴിഞ്ഞു. ഈ സമയം ഇതിലേക്ക് 200 ഗ്രാം ചവ്വരി ഇടാം. ചൂടുവെള്ളത്തിലേക്കിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാക്കറ്റ് പൊട്ടിച്ച് 200 ഗ്രാം ഇതിലേക്ക് ഇടുകയാണ് ചെയ്തത്. അടിയിൽ പിടിക്കാതിരിക്കാനും ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ഇത് പകുതിയോളം വെന്ത് കഴിയും. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായി കഴിഞ്ഞു അടച്ചു വെച്ചിട്ട്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ചവ്വരി നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ഇത് ഇടയ്ക്കൊക്കെ വെള്ള കളറിലാണ് ഇരിക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ലിറ്ററോളം വെള്ളം ഇതുപോലെ ഒഴിച്ച് കഴുകിയെടുക്കാം. കഴുകി വെള്ളം തോർന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചവ്വരി ഇടാം. ചവ്വരി എടുത്ത പാത്രം തന്നെയാണ് ഞാനിവിടെ അളവിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ബൗള് മാങ്ങ അരിഞ്ഞത് ഇടാം. ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 1/4 ബൗള് ഇതിലേക്ക് ഇടാം. 1/4 ബൗള് ആപ്പിൾ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതേപോലെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച ഫ്രഷ് ക്രീം 1 കപ്പ് ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ തണുപ്പിച്ച പാല് 1 കപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് തിളപ്പിക്കാതെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 200 ഗ്രാമിൻ്റെ ഒരു ക്യാനാണിത്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസേർട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരുപാട് നേരം വെക്കരുത്. കാരണം ചവ്വരി ഇതിലിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് കട്ടിയായി പോകും. അതൊഴിവാക്കാനായിട്ടാണ് നമ്മൾ തണുപ്പിച്ച പാലും ഫ്രഷ് ക്രീമും ഒക്കെ ഇതിലേക്ക് ചേർത്തത്. ഈ ഒരളവിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനി നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ വലിയ ഗ്ലാസ്സിലെടുക്കുകയാണെങ്കിൽ 6 പേർക്ക് കഴിക്കാവുന്ന അളവിലുണ്ട്. ഇത് വളരെ വേഗം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.